ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നവ്യയുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നവ്യയെയും അതുപോലെ തന്നെ ആദർശിനെയും മാക്സിമം നല്ല രീതിയിൽ തന്നെ കുത്തി പറയുന്നുണ്ട് ജലജയും ജാനകിയൊക്കെ. ഏതായാലും അവരെല്ലാവരും തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. അനന്തപുരി വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ കനകയൊക്കെ കൂട്ടിക്കൊണ്ടായിരിക്കും കേട്ടോ അവർ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്തായിരിക്കും കനകയും ഗോവിന്ദനും ആ ഒരു സത്യം അറിയുന്നത്. ചന്തുമോൾ എന്നൊരു കുഞ്ഞ് അവിടെ വന്നിട്ടുണ്ട് എന്നും അത് ആദർശിൻ്റെ കുഞ്ഞാണ് എന്ന സത്യമെല്ലാം തന്നെ കനക അറിയും. പെട്ടെന്ന് അത് കേൾക്കുന്ന സമയത്ത് തന്നെ കനകയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഏതായാലും നയന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെയും അമ്മയും ഒരു വിധത്തിൽ അങ്ങ് ആശ്വസിപ്പിച്ച് വിടുകയാണ്. ഏതായാലും നവ്യ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം എല്ലാവരും കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശനും കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോലും വന്നില്ല. അടുത്തേക്ക് വന്നു എന്നല്ലാതെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് കളിപ്പിച്ചതുപോലും ഇല്ല. അതിൻ്റേതായിട്ടുള്ള ഒരു ദേഷ്യവും വൈരാഗ്യവും പകയൊക്കെ ആട്ടോ നവിയുടെ മനസ്സിൽ. എന്നിട്ട് നവി ഏതായാലും അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നേരെ മുത്തശ്ശിൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ ചെല്ലും. എന്നിട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശനൊക്കെ ഇങ്ങനെ അവിടെ ചന്തമോളെയൊക്കെ ആയിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്നാൽ അത് കാണുമ്പോൾ നവി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നവിക്ക്. കാരണം അഭി നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലോ നവിയോട് നമ്മുടെ കുഞ്ഞിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോയോ എന്നൊരു സംശയം എന്നൊക്കെ. അങ്ങനെ നവിയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ പ്രാധാന്യം അങ്ങനെ പോകുമോ എന്ന് അഭി ചോദിച്ച ആ ഒരു കാര്യമായിരിക്കും നവിയുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നവ്യ അതിനെപ്പറ്റി ഇങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്. എന്താ മുത്തശ്ശ, എൻ്റെ കുഞ്ഞ് വന്നിട്ട് മുത്തശ്ശനെ കുഞ്ഞിനെ ഒന്ന് എടുത്തു പോലും നോക്കിയില്ലല്ലോ, അതോ ചന്തുമോൾക്കാണോ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ അങ്ങ് ദേഷ്യം വരും. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവിടെ ചന്തുമോൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ലേ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും എൻ്റെ കുഞ്ഞിനെ എടുക്കുക പോലും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പരാതി പറയും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നവ്യ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരിക്കും അഭിമാനപൂർവ്വം തന്നെ നവ്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി നിറച്ചത്. എന്നാൽ ഇതേ സമയത്ത് ആദർശ സത്യമെല്ലാം തിരിച്ചറിയും. ഇവരെല്ലാവരും ചേർന്നിട്ട് നയനിയുടെ വീട്ടിലേക്ക് നവ്യയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി. അതേ സമയത്ത് ആദർശ പോയിരിക്കുന്നത് കിരൺ വിളിച്ചിട്ട് കിരണിൻ്റെ അടുത്തേക്കായിരുന്നു. കിരൺ ആ DNA ടെസ്റ്റ് റിസൾട്ടുമായിട്ട് എത്തിയതായിരിക്കും. എന്നാൽ DNA ടെസ്റ്റ് റിസൾട്ടിൽ കുഞ്ഞിൻ്റെ അച്ഛൻ അഭി എന്നായിരിക്കും പേരെഴുതിയിരിക്കുന്നത്. DNA ടെസ്റ്റ് റിസൾട്ടിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അഭിയാണ് എന്ന് കേൾക്കുന്നതോടുകൂടി തന്നെ ആദർശന് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അവൻ ഇത്രമാത്രം വലിയൊരു കള്ളത്തരം ചെയ്തു വെച്ചുകൊണ്ട് തന്നെ എന്നെ മനഃപൂർവ്വം ഇങ്ങനെ ചതിക്കുകയായിരുന്നല്ലേ, അവനെ ഞാൻ കണക്കിന് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ആദർശ്. ഏതായാലും സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആദർശ് നേരെ അനന്തപുരി തറവാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നയന മോളോട് ഭയങ്കര സ്നേഹത്തിലായിരിക്കും. നയന മോളെ ഇങ്ങനെ എടുത്തിട്ട് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശരിക്കും ചന്തമോടുള്ള ആ സ്നേഹപ്രകടനം എല്ലാം കാണിക്കുന്ന സമയത്ത് തന്നെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ സമയത്ത് കൂടെ ഇങ്ങനെ ആദർശ് ഒരു DNA റിസൾട്ടിനെ പറ്റി ഇങ്ങനെ നയനോട് പറയുകയാണ്. കിരൺ തനിക്ക് ആ DNA ടെസ്റ്റ് റിസൾട്ട് കൈമാറിയെന്നും ചന്തുമോളുടെ അച്ഛൻ അഭിയാണ് എന്ന് സത്യമെല്ലാം തന്നെ ആദർശ് നയനയോട് പറയും. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഈ കാര്യം നമുക്ക് അമ്മയും കൂടി അറിയിക്കണ്ടേ, ഏതായാലും വീട്ടിൽ വെച്ച് പറയുന്ന ശരിയല്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ചേർന്നൊരു ദേവേനയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ പുറത്ത് വെച്ചിട്ടായിരിക്കും ആദർശ് ഈ ഒരു സത്യമെല്ലാം തന്നെ ദേവേനയോട് പറയുന്നത്. എന്നിട്ട് ആ ഒരു DNA ടെസ്റ്റ് റിസൾട്ട് എല്ലാം തന്നെ ആദർശ് ദേവയാനി കാണിക്കുന്ന സമയത്ത് തന്നെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ആവുകയാണ്. എന്നിട്ട് ഇത്ര നാളും ആദർശനെ ഇട്ട് കഷ്ടപ്പെടുത്തിയതും ആദർശനെ ഇട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിയതും ഒക്കെ ഒത്തിരിയധികം ഇങ്ങനെ സങ്കടമുണ്ടെന്നും അതുപോലെ കുറ്റബോധം ഉണ്ടെന്നും ഒക്കെ ഇങ്ങനെ തോന്നി ദേവയാനി ഇങ്ങനെ മാപ്പ് ചോദിക്കുന്ന സീനൊക്കെയാണ് വരുന്നത്. ദേവയാനി ഏതായാലും ഈ ഒരു സംഭവം അറിഞ്ഞതോടുകൂടി പിന്നീട് അങ്ങോട്ടേക്ക് ആദർശനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിലേറെ ഇരട്ടി സ്നേഹമായിരിക്കും കേട്ടെ ദേവയാനിക്ക് ചന്തമോളോട്. വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഉടനെ തന്നെ ദേവയാനി ഓടി വന്നിട്ട് ചന്തമോളെ എടുക്കും. എന്നിട്ട് കളിപ്പിക്കുകയും കൊഞ്ചിപ്പിക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു DNA ടെസ്റ്റ് റിസൾട്ടിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതോടുകൂടി തന്നെ ആദർശ് നയനയും ദേവേനയും അതുപോലെ ചന്തമോളും ചേർന്നിട്ട് അവർ 4 പേരും അങ്ങ് ഒന്നാവുകയാണ്. എന്നാൽ ഇവർ 4 പേരും ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതെല്ലാം കാണുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ കാര്യം എന്നൊന്നും നവിക്ക് അറിയില്ലല്ലോ. നവി നോക്കുമ്പോൾ ആ കുഞ്ഞിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുകയും ലാളിക്കുകയും സ്നേഹിക്കുകയൊക്കെ കാണുമ്പോൾ നവിക്കങ്ങ് ഭയങ്കര ദേഷ്യം തോന്നി പോവുകയാണ്. കാരണം DNA ടെസ്റ്റ് റിസൾട്ട് വന്നു എന്ന കാര്യം അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന കാര്യമൊന്നും ഒരിക്കലും ഇവരിങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അഭിയും നവ്യയും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അഭിക്കൊരു കുഞ്ഞുണ്ടെന്നും അഭിയുടെ കുഞ്ഞാണ് ചന്തമോൾ എന്ന കാര്യം എങ്ങാനും നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബജീവിതം പോലും തകർന്നു പോകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആദർശ് നയനയും ദേവേനയും ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു സത്യം ഒരിക്കലും തന്നെ നവ്യയോട് അറിയിക്കാത്തത്. എന്നാൽ നവ്യ ചിന്തിക്കുന്നത് ഇവൾക്ക് എന്തിൻ്റെ കേടാണ്, ഇവൾ എന്തിനാ ഇങ്ങനെ ആദർശേട്ടൻ്റെ അവിഹിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ കുഞ്ഞിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ആദർശനോടും നയനയോടും.
ആദർശ് ഏതായാലും ഉടനെ തന്നെ അച്ഛനാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞതോടുകൂടി തന്നെ ആദർശും നയനയും ദേവേനയും ചേർന്നിട്ട് ചന്തുമോളായിരിക്കും സ്വന്തം കുട്ടിയെ പോലെ ഇങ്ങനെ സ്നേഹിക്കാനൊക്കെ തുടങ്ങുന്നത്. എന്നാൽ ഇതിനിടയിലൊക്കെ അഭി ഇങ്ങനെ വെറുതെ ഇരിക്കുകയൊന്നുമില്ല. അനന്തപുരിയിലെ അവകാശം തനിക്ക് കിട്ടിയില്ല, ജ്വല്ലറി സ്ഥാനം തനിക്ക് കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യയെ ഇച്ചിരി പിരികേറ്റുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ആ ഒരു വാക്കും പറഞ്ഞുകൊണ്ടായിരിക്കും നവ്യ നേരെ നയനയുടെ അടുത്തേക്ക് വരുന്നത്. നവ്യ എല്ലാത്തിനും ഇങ്ങനെ നയനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് നവ്യയുടെ ഒരു പഴയ സ്വഭാവത്തിലേക്ക് പയ്യെ ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അഭി ഇപ്പോൾ ജ്വല്ലറിയിൽ വേറെ ഒരു എംപ്ലോയി മാത്രമാണ്. അഭി ഇപ്പോൾ ഒരുപാടധികം ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആദർശേട്ടൻ ഒരിക്കലും ഒരു സ്ഥാനവും തന്നെ അഭിക്ക് കൈമാറുന്നില്ല. നയനെ, നിനക്ക് എൻ്റെ കാര്യം അറിഞ്ഞൂടെ? നിനക്ക് എൻ്റെ ആദർശേട്ടനോട് ഒന്ന് സംസാരിച്ചൂടെ? അഭിക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ പിന്നെ നിനക്ക് മുത്തശ്ശനോടും ഒക്കെ ഇങ്ങനെ ഒന്ന് സംസാരിച്ചൂടെ? നീ പറഞ്ഞ എന്തായാലും മുത്തശ്ശനും ഒക്കെ ആദർശേട്ടനും അവരെല്ലാവരും കൂടി ഇങ്ങനെ കേൾക്കുമെന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് പോലും നീ ഇപ്പോൾ നോക്കുന്നത് നിൻ്റെ ജീവിതം മാത്രമാണ്. എനിക്കും ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയേ പറ്റൂ. എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും തന്നെയാണ് വലുത്. അതുകൊണ്ട് തന്നെ അഭിക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ നവ്യ ഏതായാലും നയനോട് വഴക്ക് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലിങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിഷം കുത്തി നിറച്ചുകൊണ്ട് തന്നെയാണ് നവ്യ അതേപോലെ തന്നെ ഇവിടെ പ്രതികരിക്കുന്നത്. എന്നാൽ നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ്, നവ്യ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശം നയനയും ചേർന്നിട്ട് ഇങ്ങനെ ചന്തുമോളുടെ കാര്യം മറച്ചു വെക്കുന്നത് എന്ന കാര്യമൊന്നും നവ്യയ്ക്കറിയില്ലല്ലോ. നവ്യനെ പിരികേറ്റിയത് കൊണ്ട് തന്നെ അഭി ഏതായാലും നവ്യനെ ആ ഒരു പഴയ സ്വഭാവത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് ഏതായാലും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കുറച്ചു കാലം എപ്പിസോഡ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിനിടയിൽ തന്നെ സത്യവല്ല അഭിയുടെ വായിൽ നിന്ന് നവ്യ തിരിച്ചറിയുന്ന ഒരു അടിപൊളി കിടിലൻ രംഗമൊക്കെ വരുന്നുണ്ട്. പിന്നെ അഭിയാണെങ്കിൽ ഗുണ്ടകളോട് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ടൊക്കെ വരുന്നത്. അങ്ങനെ അഭിയുടെ വായിൽ നിന്ന് തന്നെ നവ്യ എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്നതോടുകൂടി തന്നെ അഭിയുടെ കരണം തീർത്ത് പൊട്ടിക്കുന്നൊക്കെയുണ്ട് കേട്ടോ നവ്യ. അപ്പോൾ അതിൻ്റെ എപ്പിസോഡൊക്കെ ഇനി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.